കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭക്തരെ കാണാനായിട്ട്, അനുഗ്രഹം നൽകാനായിട്ട് നിൽക്കുന്നതെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഞായറാഴ്ചയാണ്, അത്യാവശ്യം നല്ല തിരക്ക്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങനെ കിഴക്കേ നടയിൽ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെയും കണ്ട് തൊഴാം. അതിനുശേഷം ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും രണ്ട് ഗജരാജൻ്റെ രണ്ട് കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കടാവിളക്കും കാണാം. വലതുവശത്ത് ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽപാദം കാണാണ്ട്, ഇപ്പോൾ കാൽ തളകൾ കാണാണ്ട്, കാലിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ മാറത്ത് ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല, അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, രണ്ട് കൈ കൊണ്ടും കൂടി പൊന്നോടക്കുഴലിങ്ങനെ ഊതി നിൽക്കുകയാണ്. വേണുഗാനം പൊഴിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയാൽ നല്ല പുഞ്ചിരി, ചുണ്ടോട് ചേർത്ത് ഇങ്ങനെ ആ ഒരു ഗാനത്തിൽ ലയിച്ച് നിൽക്കുന്ന പോലെ തന്നെയാണ്. മതിമറന്ന് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ്. സ്വന്തം ഗാനത്തിലിങ്ങനെ എല്ലാവരെയും അതിലേക്ക് ആകർഷിച്ചും കൊണ്ട് നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപമാണെന്ന് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്. അതായത് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ ലേശം കണ്ണ് ചീമ്മിയിട്ട് നിൽക്കണ പോലെയൊക്കെ തോന്നും. ഇന്ന് മുഴുവനും ചീമ്മിയിട്ടില്ലെങ്കിലും ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു ലാസ്യത്തിൽ നിൽക്കുന്ന പോലെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ തിരുനെറ്റിയിലൊരു ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. രണ്ട് പീലിയൊക്കെ ചാർത്തിയിട്ട് തിരുമുടി മാലകൾ മൂന്നെണ്ണം ഉണ്ട്. വെളുത്ത പൂവുണ്ട്, തെച്ചി, തുളസി, അങ്ങനെ. അതേപോലെ ഉണ്ടമാല രണ്ടെണ്ണമാണ്, വെളുത്ത പൂവും തെച്ചിയും. പിന്നെ അതേപോലെ വനമാല പോലെ തെച്ചിയും തുളസിയായിട്ടുള്ളത്. അപ്പോൾ പിന്നെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ വേറെയുണ്ട്. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിൽക്കുകയാണെന്ന് കണ്ട് മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേൾക്കും. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞ് കൃഷ്ണൻ്റെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ തിടപ്പള്ളിയും അതേപോലെ തന്നെ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയും കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക, ഗണേശനെ കണ്ട് തൊഴാം. ഗണേശൻ്റെ മുഖത്തൊക്കെ കളഭം ചാർത്തിയിട്ടുണ്ട്. നല്ല മുകളിൽ നല്ല വിധാനമായിട്ട് നല്ല വെറും തെച്ചി കൊണ്ടുള്ളൊരു മാല ഉണ്ട്. ഗണേശൻ്റെ അവിടെ നിന്ന് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ആ തെച്ചി മാല ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ താഴെയും ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കാണുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് അങ്ങനെ പോന്ന് കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് നേരെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴാം. മത്സ്യാവതാരത്തിനൊക്കെ ഓരോ മാലകളുണ്ട്, തുളസിമാല. പിന്നെ അങ്ങനെ മേൽശാന്തിയിൽ അവിടുന്ന് ഓദിക്കൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദം വാങ്ങാം. അത് കഴിഞ്ഞ മേൽശാന്തി പൂജയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് മുകളിലേക്ക് കയറിപ്പോയി അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോയി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയും കാണാം. അവിടെ ചെല്ലുമ്പോൾ വെളുത്ത മുല്ലമൊട്ടുകളുടെ പൂവാണ് മാലകൾ കെട്ടിയിട്ടുള്ളത്, ഇടയ്ക്കൊരു തുളസി. അങ്ങനെയാണ് അനന്തശായിയുടെ അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു രൂപം, അതായത് നരസിംഹാവതാരം കണ്ടു തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പ്രദക്ഷിണം ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ശ്രീരാമചന്ദ്രനും ഭാർഗവരാമനും ബലരാമനെയും ഒക്കെ കണ്ടു തൊഴാം. അതേപോലെ
ശ്രീകൃഷ്ണനെയും കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. ശ്രീകൃഷ്ണൻ്റെ അവിടെ ഒരു മാലയുണ്ട്. അതേപോലെ മുരുകനെ നിറയെ ഭസ്മം കൊണ്ട് അഭിഷേകം നടന്നിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ, മാലകളൊന്നുമില്ല. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ പോന്ന് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറയും അതേപോലെ ആ കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും മേൽപ്പത്തൂരിനെയും നാരദരെയും വസുദേവരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ അമ്മയുടെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ അമ്മയ്ക്കിന്ന് മുഖത്തൊക്കെ ഗോളകയാണ്. പിന്നെ തെച്ചിമാലകൾ ധാരാളമുണ്ട്, ധാരാളം പൂക്കൾ ചാർത്തിയിട്ടുണ്ട്. ശിവേലി വിഗ്രഹത്തിനും മാലകൾ ചാർത്തിയിട്ടുണ്ട്. അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞ് നിൽക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയിട്ട് മമ്മിയൂരപ്പൻ്റെ ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഓടക്കുഴൽ ഊതി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിൽ വന്ന് തൊഴാം, നമസ്കരിക്കാം. അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക, അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നിറയെ ആ മുഖത്തൊക്കെ കളഭം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കിരീടം വെച്ചിട്ടുണ്ട്, മാലകൾ ചാർത്തിയിട്ടുണ്ട്, ധാരാളം പൂക്കളുണ്ട്, സ്വർണ്ണമാലകളുണ്ട്. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ അന്നലക്ഷ്മി ഹാളിൻ്റെ അവിടേക്ക് ഇങ്ങനെ വന്ന് അതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നിറയെ ധാരാളം ഭക്തർ ക്യൂ നിൽക്കുന്നു ഭഗവാന്റെ പ്രസാദകൂട്ടിന് വേണ്ടിയിട്ട്. അതൊക്കെ കണ്ട് അങ്ങനെ വന്ന് നേരെ നമ്മൾ നാരായണാലയത്തിൽ കയറിയിട്ട് ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നമ്മൾ തിരിച്ച് വീണ്ടും ഭഗവതി നടയിലും അതേപോലെ ഇപ്പോൾ ദീപസ്തംഭമില്ല എന്നാലും കിഴക്കേ നടയിൽ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. പിന്നീട് അങ്ങനെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.